ഗൈസ്, അപ്പം രാത്രിയൊക്കെ ആയി വിശക്കുവാണ്. നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഫുഡ് തരാൻ വേണ്ടി നമ്മുടെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ. വീട്ടിൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ കാണും. പക്ഷെ നമ്മൾ ഹോസ്റ്റലിലാണെങ്കിലോ വിശക്കുവാണ്, നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇപ്പോൾ കെറ്റിൽ മാത്രം അലൗഡ് ആയിട്ടുള്ള ഹോസ്റ്റലിൽ കെറ്റലിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറുണ്ട്, അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകും കേട്ടോ. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഗ്രാൻഡായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കി കണ്ട ആ ഒരു ശീലത്തിൻ്റെ പുറത്ത് ആ ഒരു ചെറിയ പരിചയത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പുട്ടൊക്കെ കുഴച്ച് നമ്മൾ സെറ്റാക്കി കുക്കറിൻ്റെ മുകളിലായിട്ടാണ് വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിരുന്ന് പഠിക്കുന്നുണ്ട്, അവർക്ക് എക്സാം ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുകൂടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഒരു 6:30, 7:30, 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു മെസ്സിൽ. അവിടെ നിന്നാണ് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ചിക്കൻ കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. സംഭവം കഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വെൽ പ്ലാനിങ് ആയിരിക്കും കേട്ടോ. പിന്നീട് വിശക്കുവാണെങ്കിൽ എന്ത് കഴിക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ അതിനുള്ള എല്ലാം സംഘടിപ്പിച്ച് എവിടുന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് വരക്കിയൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചാണ് ഈ കറിയും. അങ്ങനെ നമ്മൾ കറിയൊക്കെ ചൂടാക്കുവാണ്. സത്യം പറഞ്ഞ ഗൈസ്, ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു രസമാണ്. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്, നമുക്കൊരു വൈബാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ വൈബാണ്. പക്ഷെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര പാടാണ് കേട്ടോ. കാരണം പാത്രം കഴുകണം, പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യണം, അങ്ങനെ അതൊക്കെ തന്നെ ഒരു വലിയ പണിയായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ചൂടാക്കി ഇവിടെ പുട്ടും ചിക്കൻ കറി ദാട്ട് ഗൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് ഞാൻ പിന്നെയും പറഞ്ഞത് കാര്യം, ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. അതേമാതിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു. സോഫ്റ്റ് പുട്ടും ആ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുക എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ മക്കളെ. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ തരുന്ന അതേമാതിരി ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഓണത്തിന് വെക്കേഷൻ ഒന്ന് വേഗം തന്നിരുന്നത് വേഗം വീട്ടിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. വീട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹപ്പെട്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്നോട് വെള്ളം എടുക്കാൻ വേണ്ടി പോയി. ചിക്കൻ കറിക്ക് കുറച്ച് എരിവ് കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് തണുത്ത വെള്ളം എടുക്കാമെന്നും പറഞ്ഞ് തണുത്ത വെള്ളം എടുക്കാൻ പോയപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു വെള്ളത്തിന്. എന്നാലും നമ്മളുള്ള തണുപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്ന വഴി മോപ്പ് ഉണ്ടായിരുന്നു. മോപ്പ് എടുക്കണം, കാരണം റൂം നിറച്ചിട്ട് കുറച്ച് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കൊക്കെ ചെയ്തതല്ലേ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏത് കോഴ്സാണെന്ന് ഞാൻ പറയാം. ഞാൻ BSc OT ആൻഡ് AT ആണ് കേട്ടോ. അലൈഡ് പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ടല്ലോ, അതാണ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഗൈസ്, കോഴ്സിനെ പറ്റി ഞാൻ ലോങ് വീഡിയോ ഇടാവുന്നതാണ് കേട്ടോ വിചാരിച്ചു. പിന്നെ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു ലോങ് വീഡിയോ വീട്ടിലൊക്കെ വെക്കേഷന് പോയിട്ടിടാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രാത്രിയിലെ ഒരു പുട്ടുണ്ടാക്കിയ കഥ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.